കാരക്കുളം ജനതാ കോളേജിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഇവർക്കും സ്വാഗതം. നമ്മളിന്ന് 9ാം ക്ലാസ്സിൻ്റെ അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയതിൽ നിന്ന് കണ്ടിന്യൂഷൻ ആയിട്ടുള്ള അടുത്ത ഭാഗത്തിലേക്ക്, അതായത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പറഞ്ഞ് നിർത്തിയതാണ് എങ്ങനെ നമുക്ക് ഡെസിമൽ ഫോമിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ ഡെസിമൽ ഫോം തന്നിരുന്നാൽ അതിന് എന്ത് ചെയ്യാം, ഫ്രാക്ഷൻ ഫോമിലോട്ട് എങ്ങനെ മാറ്റാൻ നമ്മൾ പഠിച്ചു. അതേ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. അതായത് നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകളെ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം, നമുക്ക് ഇതേ മെത്തേഡ് ഉപയോഗിച്ച് എളുപ്പത്തിൽ നമ്മൾ എങ്ങനെ ആഡ് ചെയ്ത് അതിന്റെ ആൻസർ ഡെസിമൽ ഫോമിലോട്ട് നമുക്ക് മാറ്റാമെന്ന് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ഡെസിമൽ ഫോം ഓഫ് ദ സം ബിലോ. താഴെ തന്നിരിക്കുന്ന കുറച്ച് സംഖ്യകളുണ്ട്, അവയുടെ സമ്മിന്റെ ഡെസിമൽ ഫോം എടുക്കണം. നേരത്തെ ഒരു സംഖ്യ തന്നിട്ട് നമ്മൾ ഡെസിമൽ ഫോമിലോട്ട് മാറ്റി. ഇനി നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സംഖ്യയുടെ സം എടുക്കുക, എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക, ഡെസിമൽ ഫോമിലോട്ട് മാറ്റുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ മൊത്തം 3 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ 2 ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1/5 പ്ലസ് 1/25 പ്ലസ് 1/120. ഇത്രയുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതേ സെയിം മെത്തേഡിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ ഇതിന് മെത്തേഡ് മാറ്റി എഴുതുമ്പോഴേക്കും നിങ്ങൾക്ക് പിടികിട്ടും അതെങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മൾ ഇതിനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ആൻസർ കണ്ടുപിടിക്കണം. ഇതിന്റെ സമ്മിന് ഡെസിമൽ ഫോമിലോട്ട് മാറണം. സം കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, ഡെസിമൽ ഫോമിലോട്ട് മാറണം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ മാറ്റാനുള്ള മാർഗ്ഗം ഞാൻ പറഞ്ഞു. ആദ്യം നമുക്ക് ഇതിന് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാത്തിനെയും പവറുകൾ ഒരേ പവർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിനോമിനേറ്റർ എടുത്ത് എഴുതിയിട്ട് ന്യൂമിനേറ്റർ നമ്മൾ ആഡ് ചെയ്ത് എഴുതിയാൽ പോരെ. അതായത് എല്ലാത്തിനെയും നമുക്ക് ഏറ്റവും വലിയ സംഖ്യ 125 ആണ്. കാരണം ഇതിനെ ഡിവൈഡ് ചെയ്ത് എഴുതാൻ കഴിയില്ല, കാരണം എല്ലായിടത്ത് 1 ആണ്. മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാനേ പറ്റുള്ളൂ. 125 ഇവിടെ ഉണ്ട്, ഇതിനെ 125 ആക്കണം, ഇതിനെ 125 ആക്കണം. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ പവറുകൾ നോക്കാം. എല്ലാം 5ന്റെ പവറുകളാകുന്നത് 1/5 പ്ലസ് 1/25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 നമുക്ക് അങ്ങനെ തന്നെ കിട്ടും. 25 ഏതിന്റെ പവറാണ്, 5 സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, 1/5 സ്ക്വയർ പ്ലസ് നമുക്ക് എങ്ങനെ കിട്ടും 1/125 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/5 ക്യൂബാണ്. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടി, 1/5 1/5 സ്ക്വയർ 1/5 ക്യൂബ് എന്ന് കിട്ടി. അപ്പൊ ഇനി നമുക്ക് ഇതിനെല്ലാം ഒരേ പവർ ആക്കി മാറ്റണം, 5 ക്യൂബ് തന്നെ ആക്കണം. അപ്പൊ ഇവിടെയും 5 ക്യൂബ് വരണം, ഇവിടെ നമുക്ക് എന്ത് പറഞ്ഞു, 5 ക്യൂബ് വരണം. ഇവിടെ 5 എത്രയേ ഉള്ളൂ, 1 ഉള്ളൂ. 3 ആവാൻ വേണ്ടി നമുക്ക് ഇവിടെ എത്ര കൂടെ വരണം, 2 കൂടെ വരണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, 1 × 5 സ്ക്വയർ ഡിവൈഡ് ബൈ 5 × 5 സ്ക്വയർ. അപ്പൊ നമുക്ക് എന്തായി, 3 ആവും. പ്ലസ് ഇവിടെ നമുക്ക് 1 ഡിവൈഡ് ബൈ 5 സ്ക്വയർ ഉണ്ട്, നമുക്കിന്നെ ഒരു സംഖ്യ കൂടെ വരണം. അപ്പോൾ 1 × 5 മാത്രം എടുത്താൽ മതി. ഇവിടെ നമുക്ക് 5 സ്ക്വയർ ഉണ്ട്, ഇൻറ്റു നമുക്ക് എന്ത് എടുത്താൽ മതി, 5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 5 ക്യൂബ് കിട്ടും. പ്ലസ് 1/5 ക്യൂബ്. അപ്പോൾ ഇതെല്ലാം എന്തായിട്ട് മാറി, 5 ക്യൂബ് ആയിട്ട് മാറി. അപ്പോൾ ഈസ് ഈക്വൽ ടു നമുക്കിവിടെ 1 × 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ഡിവൈഡ് ബൈ 5 ക്യൂബ് പ്ലസ് 1 × 5 എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്, ഡിവൈഡ് ബൈ 5 ക്യൂബ് പ്ലസ് 1/5. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് ആദ്യത്തെ സംഖ്യ 5 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ 5 സ്ക്വയർ കൂടെ കൊടുത്തപ്പോഴാണ് അത് എന്തായിട്ട് മാറിയത്, 5 ക്യൂബ്. കാരണം എല്ലാത്തിന്റെ ഡിനോമിനേറ്ററിൽ എന്താക്കി മാറ്റണം, സെയിം ആക്കി മാറ്റണം. ഏറ്റവും ഹൈയസ്റ്റ് ഡിനോമിനേറ്റർ ഏതാണോ അതിലോട്ട് എന്ത് ചെയ്യുക, എല്ലാത്തിനെയും കൺവേർട്ട് ചെയ്യുക. അതിന് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നിരിക്കുന്ന നമ്പർ നോക്കിയാൽ മതി. ഇത് 3 ആണ്, ഇവിടെ എത്രയേ ഉള്ളൂ, 2 ഉള്ളൂ. അപ്പോൾ ഒരെണ്ണം കൂടെ വരണമെന്നല്ലേ ഉള്ളൂ. ആ ഒരെണ്ണം കൊണ്ട് മുകളിലും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ നമുക്ക് ഒരെണ്ണേ ഉള്ളൂ, നമുക്ക് എത്ര എണ്ണം വരണം, 3 എണ്ണം വരണം. അപ്പോൾ എത്ര എണ്ണം കൂടെ വേണം, 2 5 കൂടെ വരണം. അതേ 2 5 കൊണ്ട് എന്ത് ചെയ്യുക, മുകളിലും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, 5ന്റെ സ്ക്വയർ 25 നീട്ടി, ഇവിടെ 5 നീട്ടി, ഇവിടെ നമുക്ക് 1/10 തന്നെ കിട്ടി. നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇതെല്ലാം കോമൺ അല്ലേ. അപ്പൊ നമുക്ക് അതിനെ കോമൺ ആയിട്ട് എടുക്കാം, 5 ക്യൂബ് ഡിവൈഡ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, 25 പ്ലസ് 5 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 25 പ്ലസ് 5 ഈസ് ഈക്വൽ ടു 30, 30 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 31 ഡിവൈഡ് ബൈ 5 ക്യൂബ് എന്ന് കിട്ടി. അപ്പൊ നമ്മളിവിടെ സം എടുത്ത് എന്ത് ചെയ്തു, നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് എന്ത് ചെയ്യണം, ഡെസിമൽ ഫോമിലോട്ട് മാറ്റണം. ഇനി നമുക്ക് ഡെസിമൽ ഫോമിലോട്ട് മാറ്റാൻ എളുപ്പമല്ലേ. നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് എന്ത് ചെയ്താൽ മതി, ഇവിടെ 5 ക്യൂബ് 5 എത്ര തവണയുണ്ട്, 3 തവണ. ഇനി എത്ര കൂടെ വരണം, നമുക്കിവിടെ 2 ഇല്ല. അപ്പൊ 2നെ എന്ത് ചെയ്യണം, ഇവിടെ കൊണ്ടുവരണം. 2 എത്ര തവണ വരണം, 3 തവണ കൂടെ വരണം. അപ്പൊ അതേ സംഖ്യ കൊണ്ട് മുകളിലും കൂടെ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഈസ് ഈക്വൽ ടു നമുക്ക് അതിനെ ഡെസിമൽ ഫോമിലോട്ട് മാറ്റാൻ വേണ്ടി 31 × 2 ക്യൂബ് ഡിവൈഡ് ബൈ 5 ക്യൂബ് × 2 ക്യൂബ്. അപ്പൊ ഇവിടെ 5 3 തവണ ഉണ്ടായിരുന്നു, 2 ഇല്ലാത്തത് കൊണ്ട് നമ്മൾ 2ന്റെ ക്യൂബ് കൊണ്ടു. നേരത്തെ നമ്മൾ എല്ലായിടത്തും 2 ഉണ്ടായിരുന്നു, 5 ഇല്ലാത്തതുകൊണ്ട് 5 കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ 5നെയും 2 കൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, 10ന്റെ പവറുകളാക്കി മാറ്റാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താന്ന് കിട്ടും ആൻസർ, 31 × 2ന്റെ ക്യൂബ്. 2ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്. 31 × 8 എത്രയാണ് കിട്ടുന്നത് നോക്കുക, 31 × 8 1 8 8 3 8 24. അപ്പം 248.
ഇനി നമുക്ക് 5ന്റെ ക്യൂബ് 125 ഇൻറ്റു 8. അപ്പൊ 125 ഇൻറ്റു 8. 125 ഇൻറ്റു 8 നമുക്ക് എത്രയാണെന്ന് നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചതെന്ന് അറിയാം. അപ്പൊ അത് തന്നെ എഴുതിയാൽ മതി. അപ്പൊ ഇവിടെ ഇത്രയും ഒന്നുകൂടെ നോക്കുക. നമ്മളിവിടെ തന്നിരുന്ന 1/5, 1/25, 1/125. ചില ക്വസ്റ്റ്യനിൽ ഇത് തന്നിട്ടുണ്ടാവില്ല, ഇതിങ്ങനെ എഴുതി തന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് എളുപ്പമുണ്ട്, ഒരു സ്റ്റെപ്പ് കുറച്ച് എഴുതിയാൽ മതി. അപ്പൊ എന്ത് ചെയ്യുക, അതേ മെത്തേഡിൽ ബാക്കിയും ചെയ്ത് തന്നാൽ മതി. അപ്പൊ ഇത് തന്നിട്ടുണ്ടെങ്കിൽ പവറിലോട്ട് മാറ്റിയിട്ട് വേണം എന്ത് ചെയ്യാൻ ചെയ്യാം. അപ്പൊ ഇങ്ങനെ തന്നിരുന്നാലും ആദ്യം പവറിലോട്ട് മാറ്റുക, എന്നിട്ട് ബാക്കി ആൻസർ എന്ത് ചെയ്യുക ചെയ്തു വരിക. അപ്പൊ നമ്മുടെ കിട്ടിയ അനുസരിച്ച് 5 ക്യൂബ് ഉണ്ടായിരുന്നു. എല്ലാത്തിനെയും 5 ക്യൂബ് ആക്കി മാറ്റാൻ വേണ്ടി എത്ര കുറവുണ്ടോ അതിനെന്ത് ചെയ്തു, മുകളിൽ കൊടുത്തു. പിന്നെ 2 ആണ് തന്നിരിക്കുന്നതെങ്കിൽ അത് തന്നെയാണ് 2ന്റെ ക്യൂബ് അല്ലെങ്കിൽ 2/4 എത്ര പവറാണോ ഏറ്റവും വലുത് അത്രയും എന്ത് ചെയ്യുക, വീണ്ടും കൊണ്ടുവരുമ്പോൾ മുകളിൽ അതുപോലെ തന്നെ ഉണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. ഇവിടെ 5ന് 2 തവണ കൊണ്ടുവന്നപ്പോൾ 25 ഇവിടെ ഒരു തവണ. അപ്പം താഴെ എല്ലാം ക്യൂബ് ആയതുകൊണ്ട് അത് ഒരുമിച്ച് എഴുതി, മുകളിലത്തെ സംഖ്യ എല്ലാം കൂടെ കൂട്ടി എഴുതി. ഇനി 5ന്റെ ക്യൂബ് മാത്രമേ ഉള്ളൂ. 10ന്റെ പവർ ആക്കാൻ വേണ്ടി 2ന്റെ പവർ കൂടെ കൊണ്ടുവന്നു. 5 3 തവണ ഉള്ളതുകൊണ്ട് 2നെ എന്ത് ചെയ്തു, 3 കൊണ്ട് കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് കിട്ടിയത് 248 ഡിവൈഡ് ബൈ 125 ഇൻറ്റു 8 എന്ന് കിട്ടി. അപ്പൊ നമുക്കിവിടെ എന്ത് ചെയ്യാം, ബാക്കി ആൻസർ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്കിവിടെ കിട്ടിയത് ഇങ്ങനെയാണ്, 248 ഡിവൈഡ് ബൈ 125 ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു. ഇനി നമുക്ക് എങ്ങനെയാണ് ആൻസർ കിട്ടുന്നത് ബാക്കി കണ്ടുപിടിക്കാൻ വേണ്ടി നേരത്തെ പോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യാനില്ല. താഴത്തെ സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന് 0 ആക്കി മാറ്റുമ്പോൾ 125 ആണ്. 125 കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത 0 വരുന്ന സംഖ്യ 1000 ആണ്. നമുക്കിവിടെ 8 ആയതുകൊണ്ട് 8 × 125 നമ്മൾ നേരത്തെ കിട്ടിയത് തന്നെയാണ്, 1000 തന്നെയാണ്. ഡിവൈഡ് ബൈ 248 ഈസ് ഈക്വൽ ടു 3 0 അല്ലേ. അപ്പോൾ 3 സ്ഥാനം മാറ്റി പോയിന്റ് ഇടുക, 0.248. അപ്പൊ നമ്മുടെ കിട്ടിയ ആൻസർ 0.248. അപ്പൊ ഒന്നാമത്തെ ആൻസർ ഇതാണ് 0.248. അതായത് 1/5 പ്ലസ് 1/25 പ്ലസ് 1/125 ഈസ് ഈക്വൽ ടു 0.248 ആണ് ആൻസർ. അപ്പൊ ഇതേ രീതിക്ക് തന്നെയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 1/5 പ്ലസ് 1/5² പ്ലസ് 1/5³ പ്ലസ് 1/5⁴. അതായത് നമ്മളിവിടെ 5 ക്യൂബ് വരെ കണ്ടുപിടിച്ചതുപോലെ 5⁴ വരെ ഒരു 5 ഇവിടെ കൂടുതലുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 1/2 പ്ലസ് 1/2² പ്ലസ് 1/2³ അപ്പോൾ ഇത് 2 വെച്ചിട്ട് നേരത്തെ നമ്മൾ 5 വെച്ച് ചെയ്തു. ഇത് അതേ സെയിം മെത്തേഡിൽ തന്നെയാണ്. ഇവിടെ നമുക്ക് ഇവിടെ 2 ഒരു തവണ, 2 2 തവണ, 2 3 തവണ. നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും ഹയസ്റ്റ് ആക്കി എല്ലായിടത്തും മാറ്റണം. ഇവിടെ നമുക്ക് 3 ഉണ്ട്, ഇവിടെ 1 ഉള്ളൂ. അപ്പോൾ നമുക്ക് 1 × 2² ആണ്, 2 തവണ കൂടെ വരണം. അപ്പോൾ 2 × 2² പ്ലസ് ഇവിടെ നമുക്ക് 2 തവണ ഉണ്ട്, 1 തവണ കൂടെ വരണം. അപ്പോൾ നമുക്ക് 1 × 2 ഡിവൈഡ് ബൈ 2² × 2 പ്ലസ് 1 ഡിവൈഡ് ബൈ 2³ നേരത്തെ പോലെ തന്നെയാണ് ബാക്കി എഴുതുക. 1 × 2² എന്ന് പറഞ്ഞാൽ 4 ഡിവൈഡ് ബൈ 2³ പ്ലസ് 1 × 2 ഡിവൈഡ് ബൈ 2³ പ്ലസ് 1 ഡിവൈഡ് ബൈ 2³ അതുപോലെ തന്നെ എന്ത് ചെയ്യും, 2³. ഇനി 2³ എല്ലായിടത്തും കോമൺ ആയതുകൊണ്ട് 2³ കോമൺ ആയിട്ട് എടുക്കുക. മുകളിലുള്ള സംഖ്യകൾ അതുപോലെ ആഡ് ചെയ്ത് എഴുതുക. 4 + 2 + 1 ഈസ് ഈക്വൽ ടു 7 ഡിവൈഡ് ബൈ 2³ എന്ന് എഴുതി. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് ചെയ്യണം, ഡെസിമൽ ഫോമിലോട്ട് അടുത്ത് മാറ്റാൻ വേണ്ടി ഇതിനെന്ത് ചെയ്യുക, ഈസ് ഈക്വൽ ടു 7 × ഇവിടെ 2³ അല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറഞ്ഞാൽ 5³ ഉള്ള സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിവൈഡ് ബൈ 2³ × 5³. അപ്പോൾ നേരത്തെ 5 വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 2 വരുന്ന സംഖ്യ എടുത്തു. 2 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 5 വരുന്ന സംഖ്യ എടുക്കുക. അപ്പോൾ അടുത്ത നെക്സ്റ്റ് വൺ ബാക്കി 7 × 5³ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ ചെയ്ത് തന്നെയാണ് 125 ഡിവൈഡ് ബൈ 2³ എന്ന് പറഞ്ഞാൽ 8 × 125 ഈസ് ഈക്വൽ ടു 7 × 125 എത്ര കിട്ടും, 875 എന്ന് കിട്ടും ഡിവൈഡ് ബൈ 1000. അപ്പോൾ 125 × 7 മൾട്ടിപ്ലൈ നോക്കുക. 125 × 7 7 × 35 3 ശിഷ്ടം 2 7 14 3 17 1 ശിഷ്ടം 1 × 7 7 1 8 875 8 × 125 1000 തന്നെയാണ്. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത് തന്നെയാണ്. നമുക്ക് കിട്ടുന്ന എത്ര 1000 എന്ന് കിട്ടും. നമുക്ക് കിട്ടുന്ന ആൻസർ 3 സ്ഥാനമായിട്ട് പോയിന്റ് വരേണ്ടതായതുകൊണ്ട് 0.875. അപ്പോൾ 5 വന്നാലും 2 വന്നാലും എന്താണോ ഇവിടെ ഇല്ലാത്തത് അതിനെയാണ് അവസാനം നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കൊണ്ടുവരേണ്ടത്. 5 ഉണ്ടെങ്കിൽ 2 കൊണ്ടുവരണം, 2 ഉണ്ടെങ്കിൽ 5 കൊണ്ടുവരണം.
എണ്ണം കൃത്യമായിരിക്കണം. 2ന്റെ പവർ എത്രയാണോ ഉള്ളത് അതേ എണ്ണം തന്നെ 5ന്റെ പവറിനും ഉണ്ടായിരിക്കണം. നിലവിൽ എത്രയാണോ ഉള്ളത് അത് കുറച്ച് ബാക്കി എന്ത് ചെയ്താൽ മതി, കൊണ്ടുവന്നാൽ മതി. കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ന്യൂമറേറ്ററിനെ അതേ സംഖ്യ കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് വ്യത്യാസം വരാതെ കിട്ടുള്ളൂ. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈക്വൽ ഫ്രാക്ഷൻ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, കിട്ടുള്ളൂ. അതുകൊണ്ട് അത് എപ്പോഴും എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതും പിടിയിട്ട് എന്ന് വിചാരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി ചെയ്ത് നോക്കുക. അതിൽ ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്, അതെന്ത് ചെയ്യുക, ഹോംവർക്കായിട്ട് ചെയ്ത് വൈകുന്നേരം സൂം ക്ലാസ്സിൽ വരുമ്പോൾ എന്ത് ചെയ്യുക, എൻ്റെ അടുത്ത് കാണിക്കും. അടുത്തിന് നമുക്ക് രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോകണം. പുതിയ ഫോം നമ്മൾ നേരത്തെ ചെയ്തതല്ല, ഒരു ഫ്രാക്ഷൻ നമ്പർ തന്നിരുന്നു ഞാൻ അതിൻ്റെ 10ന്റെ പവറുകൾ താഴെ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു. അവിടെ നമുക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, 5 അല്ലെങ്കിൽ 2 ഇവയുടെ പവർ എടുത്ത് നമുക്ക് ചെയ്യാൻ കഴിയും. എന്നാൽ ഇങ്ങനെ ചെയ്യാൻ കഴിയാത്ത ക്വസ്റ്റ്യൻസും ഉണ്ട്. അതായത് 2ന്റെയോ 5ന്റെയോ പവറുകളായി വരാത്ത ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഇനി എങ്ങനെയാണ് ഡെസിമൽ ഫോമിലോട്ട് മാറ്റേണ്ടതാണ് ക്വസ്റ്റ്യൻ. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 1/6. ഇത് ചെയ്യാൻ വേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 10ന്റെ പവറുകളാക്കി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ചെയ്യേണ്ടത്. കാരണം നമ്മൾ നേരത്തെ ചെയ്ത പോലെ 10ന്റെ പവറുകളാക്കി തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ആൻസർ കണ്ടുപിടിക്കണം. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ 10ന്റെ പവറുകളാക്കാൻ വേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ട, ഇതിനെ ഡിവൈഡ് ചെയ്യുക. ഡയറക്റ്റ് ആയിട്ട് അതിനെ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് എങ്ങനെ നമുക്ക് 10ന്റെ പവറുകളാക്കി എഴുതാമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇത് എക്സാമ്പിൾ ആണ്, ഇത് ശ്രദ്ധിച്ചിരിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് ഇതിനെ ഡിവിഷൻ ഫോർമുലയിലോട്ട് മാറ്റാം. നമുക്ക് ഓരോ സ്റ്റെപ്പും ക്ലിയർ ആയി ചെയ്ത് തന്നെ പോകണം. ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, എഴുതണം. അങ്ങനെ നമുക്കൊരു 3 അല്ലെങ്കിൽ 4 സ്റ്റെപ്പ് അത്രയും മാത്രം നമുക്ക് ചെയ്താൽ മതി. അപ്പോഴേക്കും നമുക്ക് 3 സ്ഥാനം വരെ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. മാക്സിമം ഒരു 3 അല്ലെങ്കിൽ 4 അത്രയും മതി നമുക്കിവിടെ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. 1 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 0 കൊടുക്കും. അപ്പോൾ നമ്മൾ 0 കൊടുക്കും. 0 പോയിന്റ് ആയി. അപ്പോൾ നമ്മളിവിടെ എത്ര തവണ, ഒരു തവണ. ശിഷ്ടം എത്ര നീട്ടി, 4 നീട്ടി നിർത്തുക. ഇനി നമുക്ക് അവിടെ കിട്ടിയ ആൻസർ എത്രയാണെന്ന് നോക്കുക. കിട്ടിയ ആൻസർ എത്രയാണെന്ന് നോക്കുക. അത് നമ്മൾ ആദ്യം എടുക്കുക, 1. ഇനി നമ്മൾ സാധാരണ മിക്സഡ് ഫ്രാക്ഷൻ, നമ്മൾ തന്നിരിക്കുന്ന സംഖ്യ മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് നമ്മൾ ഫോർമാറ്റിൽ എഴുതാറില്ലേ, അതേ സെയിം മെത്തേഡിൽ എഴുതുക. 1 പ്ലസ് റിമൈൻഡർ എത്രയാണോ കിട്ടിയത് അത് ഡിവൈഡ് ബൈ 6, 4/6. അടുത്ത നെക്സ്റ്റ് 1. ഇത് നമുക്ക് പോയിന്റ് ചെയ്തിട്ട് ഒരു സ്ഥാനമല്ലേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ സംഖ്യയെ 1/10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ സംഖ്യ 1/10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്കിവിടെ ഒരു സ്ഥാനം മാത്രമായതുകൊണ്ട് 1/10. അപ്പോൾ 2 സ്ഥാനം വരുമ്പോഴോ 1/, അതായത് 100ൽ 1 ആയിരിക്കും. അടുത്ത 3 സ്ഥാനം വരുമ്പോൾ 1000ൽ 1 ആകും. 4 സ്ഥാനം വരുമ്പോൾ 10000ൽ 1 ആകും. അപ്പം സ്ഥാനം കൂടുന്നതിനനുസരിച്ച് ഇവിടെയും 0 എന്ത് ചെയ്യും, കൂടി പോകും. വേറെ ഒരു വ്യത്യാസവും വരില്ല. ഇനി ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ മതി. നമുക്കത് എങ്ങനെ കിട്ടും, 1/10 തന്നെയാണ്. പ്ലസ് നമുക്കവിടെ കിട്ടുന്നത് 4 ഡിവൈഡ് ബൈ 6 × 10 60 ഈസ് ഈക്വൽ ടു 1/10 ഈസ് ഈക്വൽ ടു, ഇതിന് ലഘൂകരിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, 2 കൊണ്ട് വെട്ടിപ്പോവും, 3 2 6 0. വീണ്ടും 1 കൊണ്ട് വെട്ടിപ്പോവും, എത്ര കിട്ടും, 15. അപ്പോൾ നമ്മുടെ കിട്ടുന്നത് പ്ലസ് 1/50 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നതാണ് നമുക്ക് ആൻസർ ആയിട്ട് ചെയ്യുന്നത് 10ന്റെ പവറുകളായി. ഇപ്പോൾ നമ്മുടെ 10ന്റെ പവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10⁻1 ആയി. ഇനി അത് 100 വരുമ്പോൾ എന്തായി, 10⁻2. നമുക്കിവിടെ 100 വന്നു കഴിഞ്ഞാൽ 10⁻2 ആവും. അടുത്ത അതുപോലെ എന്ത് ചെയ്യും, അങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. നമുക്ക് ഇപ്പോൾ 1 ആയി. അടുത്ത ഇതേപോലെ തന്നെയാണ് അടുത്ത സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇത് തന്നെയാണ്, 1/6. രണ്ടാമത്തെ സ്ഥാനം കണ്ടുപിടിക്കാം. ഇതിനെ തന്നെ റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യുക. വീണ്ടും 0 കൊടുക്കും. അപ്പോൾ നമ്മുടെ ദശാംശം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ എത്ര തവണ ഉണ്ടെന്ന് നോക്കുക. എത്ര തവണയാണ്, 6 തവണ, 36. റിമൈൻഡർ എത്ര തന്നെയാണ്, 4. അപ്പോൾ വീണ്ടും എന്ത് വരും, അതേ സെയിം മെത്തേഡിൽ തന്നെ നമുക്കിവിടെ കിട്ടിയ ആൻസർ 16 ആണ്. അപ്പോൾ 16 പ്ലസ് റിമൈൻഡർ 4 ഡിവൈഡ് ബൈ 6 ഇൻറ്റു നമുക്കിവിടെ 2 സ്ഥാനമായില്ലേ. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ ഒരു 1/100. ഇനി നേരത്തെ പോലെ മൾട്ടിപ്ലൈ ചെയ്യുക. 16 ഡിവൈഡ് ബൈ 100 പ്ലസ് എങ്ങനെ വരും, 4 ഡിവൈഡ് ബൈ 600 ഇസ് ഈക്വൽ ടു 16 ഡിവൈഡ് ബൈ 10 സ്ക്വയർ. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, പവറുകളാക്കി എഴുതുക എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് കൃത്യമായി പവർ ഫോർമാറ്റിൽ തന്നെ എഴുതുക. പ്ലസ് ഇനി നേരത്തെ പോലെ ഇതിനെ എന്ത് ചെയ്യുക, ഫാക്ടറൈസേഷൻ ചെയ്യുക. നമുക്ക് നേരത്തെ നമുക്കറിയാം 60ൽ എത്ര തവണ ഉണ്ടായിരുന്നു, 15 തവണ. അപ്പോൾ ഇവിടെ എത്ര നീട്ടി, 1 തന്നെ കിട്ടി. 1/, ഇവിടെ 15, ഒരു 0 കൂടെ വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1/150. അപ്പോൾ അത് അങ്ങനെ ഇട്ടിരിക്കുക. നമുക്കിവിടെ ആൻസർ ആയി കഴിഞ്ഞു. 10ന്റെ പവർ ഇവിടെ ആൾറെഡി ആയി കഴിഞ്ഞു. നമുക്കിവിടെ വരുമ്പോൾ ആൻസർ എന്ന് പറയുന്നത് 0.16. ഇനി ഇതുപോലെ ഒരു തവണ ഇവിടെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം, നമുക്കിത് വേണം. അപ്പോൾ നമുക്ക് വീണ്ടും 0 കൊടുക്കും. അപ്പോൾ എത്ര തവണ, വീണ്ടും 6 തവണ തന്നെ, 36. വീണ്ടും 4.
അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വെക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെക്ഷൻ 1/6 ഈസ് ഈക്വൽ ടു അവിടെ കിട്ടിയ ആൻസർ 166 ഡിവൈഡഡ് ബൈ പ്ലസ് മിക്സഡ് ഫ്രാക്ഷൻ ഫോർമാറ്റിലോട്ടാണ്. അപ്പം 4 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു അടുത്ത് 3 സ്ഥാനമായില്ലേ, അപ്പോൾ 1/1000. നേരത്തെ പോലെ തന്നെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 166 ഡിവൈഡ് ബൈ 10,000 പ്ലസ് നമുക്കിവിടെ കിട്ടുന്ന 4 ഡിവൈഡ് ബൈ 6,000 ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് കിട്ടുമ്പോൾ എങ്ങനെ കിട്ടും 166 ഡിവൈഡ് ബൈ 10 ക്യൂബ് 3 പൂജ്യമല്ലേ ഉള്ളൂ, അപ്പം 10 ക്യൂബ് പ്ലസ് നേരത്തെ പോലെ 1 ഡിവൈഡ് ബൈ നേരത്തെ നമുക്ക് 600 വന്നപ്പോൾ 150 എന്നെങ്കിൽ ഇവിടെ എങ്ങനെ വരും 1005. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് therefore 1/6 ഈസ് ഈക്വൽ ടു 10ന്റെ പവർ ആക്കി നമുക്ക് ഇവിടെ ഏതാണോ വരുന്നത് അത് തന്നെ ആൻസർ ആയിട്ട് എടുക്കുക 166. അപ്പോൾ നമുക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ദശാംശമാണ് 0.166 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, കണ്ടിന്യൂ ആയിട്ട് ടെക്നോട്ടിക് നമ്മൾ 3 സ്ഥാനം വരെയാണ് കണ്ടുപിടിച്ച രീതി ഒന്നുകൂടെ ശ്രദ്ധിക്കുക. തന്നിരിക്കുന്ന ക്വസ്റ്റിനെ ഡിവൈഡ് ചെയ്ത് അതിൽ നിന്ന് വരുന്ന ഫോർമാറ്റിനെ 10ന്റെ പവറുകളാക്കി മാറ്റുക. തന്നിരിക്കുന്ന ഏത് സംഖ്യ എന്നാൽ അതിനെ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യുക, ആദ്യം 1/6 ആണ്, 1 പോകാത്തത് കൊണ്ട് 0 കൊടുത്തു. അപ്പോൾ നമ്മൾ 0 ആയി. 6 എത്ര തവണ, ഒരു തവണയേ ഉള്ളൂ, 10ൽ ഒരു തവണ, അതുകൊണ്ട് 1 റിമൈൻഡർ 4 ആയിരുന്നു. നമ്മൾ അവിടെ എന്ത് ചെയ്തു, ആ കിട്ടിയ ആൻസറിന് ആദ്യം എഴുതി പ്ലസ് കിട്ടിയ റിമൈൻഡർ ഏത് സംഖ്യ കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. എന്നിട്ട് അതിനെ നമ്മൾ ഒരു സ്ഥാനം കണ്ടുപിടിച്ചത് കൊണ്ട് 1/10. അടുത്ത നെക്സ്റ്റ് 1 അതിനെന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. ഒന്നിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഒന്നുകൊണ്ട് ഏത് സംഖ്യ മൾട്ടിപ്ലൈ ചെയ്തു അതേ സംഖ്യ തന്നെ കിട്ടും. അതുകൊണ്ടാണ് 1/10 എന്ന് തന്നെ കിട്ടിയത്. ഇനി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 × 1 4, 6 × 10 660. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് എങ്ങനെയാണ് 1/10 പ്ലസ് ഇതിനെ ഡിവൈഡ് ചെയ്ത് ചെറുതാക്കിയപ്പോൾ 1/50 എന്ന് കിട്ടി. അപ്പോൾ അത് നമുക്ക് അവിടെ ആൻസർ തീർന്നു. കാരണം 10 എന്ന് പറഞ്ഞാൽ പവർ 1 തന്നെയാണ്, 10⁻1 തന്നെയാണ്. രണ്ടാമത്തെ സെക്ഷൻ വന്നപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, അതിനെ 0 കൊടുത്ത് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 16 അവിടെ ഉള്ള ആൻസർ 0.16 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് വരേണ്ട സംഖ്യ 16 പ്ലസ് റിമൈൻഡർ അത് തന്നെയാണ് 4 ഡിവൈഡ് ബൈ 6 1/100 ആണ്. കാരണം നമുക്ക് 2 സ്ഥാനം വന്നതുകൊണ്ട് 100. അപ്പോൾ ഇനി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ 60 ഡിവൈഡ് ബൈ 100 എന്ന് കിട്ടും. നമുക്കിവിടെ കിട്ടിയത് അതുപോലെ തന്നെയാണ് 4 ഡിവൈഡ് ബൈ 600. നേരത്തെ 15 കിട്ടി, ഒരു 0 കൂടെ വരുമ്പോൾ നമ്മൾ ഒരു 0 കൂടെ ചേർത്ത് കൊടുത്തു. പക്ഷേ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ പവർ മാറ്റി എഴുതുക. 100 എന്ന് പറയുന്നത് 10 സ്ക്വയർ ആണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ സ്ഥാനം 3 സ്ഥാനം വരുമ്പോൾ 1000 ആയിരിക്കും വരിക. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ആൻസർ ആണ്, ഇത് റിമൈൻഡർ ആണ്, ഇത് ഡിവൈഡ് ചെയ്യുന്ന സംഖ്യ. ഇതെപ്പോഴും ഓർമ്മ വേണം. ആൻസർ പ്ലസ് റിമൈൻഡർ ഡിവൈഡ് ബൈ ഡിവിസിബിൾ. അപ്പോൾ ഡിവൈഡ് ചെയ്യുന്ന സംഖ്യ അതുപോലെ തന്നെ ആൻസർ റിമൈൻഡർ. അപ്പോൾ ഇത്രയും എന്ത് ചെയ്യുക, ഓർമ്മിച്ചിരിക്കാം. കിട്ടുന്ന ആൻസർ, കിട്ടുന്ന ശിഷ്ടം, വായിക്കുന്ന സംഖ്യ. പിന്നെ നമുക്കിവിടെ സ്ഥാനം എത്രയാണ് എടുക്കുന്നത് അതനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യുക, 0 കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കിട്ടിയ അവസാനം കിട്ടിയത് എങ്ങനെയാണ്, ഇത്രയാണ് കിട്ടിയത്. അത് വെച്ച് ആൻസർ എഴുതുമ്പോൾ ഇത് മാത്രം എടുത്താൽ മതി, നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. കാരണം കണ്ടിന്യൂ ഡെസിമൽ ആയതുകൊണ്ട് ഇങ്ങനെ സംഖ്യ വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യുക, ഇത് മാത്രം എടുക്കുക. 10 ക്യൂബ് ആയതുകൊണ്ട് 3 സ്ഥാനം മാത്രം മതി. ഇത് കണ്ടിന്യൂ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഡോട്ട് ഇട്ടിട്ടുള്ളത്. 0.166 എന്ന് പറയുന്നത് എന്ത് ചെയ്യും, പൊയ്ക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, 2 ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഫ്രം ഈച്ച് ഓഫ് ദ ഫ്രാക്ഷൻ ബിലോ ഫൈൻഡ് ഫ്രാക്ഷൻസ് വിത്ത് ഡിനോമിനേറ്റർ പവേഴ്സ് ഓഫ് 10 ഗെറ്റിംഗ് ക്ലോസർ ആൻഡ് ക്ലോസർ ഇറ്റ് ആൻഡ് ഹെൻസ് റൈറ്റ് ഡെസിമൽ ഫോം. അപ്പോൾ നമുക്കിവിടെ 10ന്റെ പവറുകളാക്കി, അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, നമുക്ക് താഴെ തന്നിരിക്കുന്ന സംഖ്യകളെ 10ന്റെ പവറുകളാക്കി, അതായത് 10ന്റെ പവറിനോട് അടുത്ത് വരുന്ന ക്ലോസർ ടു ക്ലോസർ, അതായത് അടുത്തടുത്ത് വരുന്ന രീതിക്ക്. അത് മീൻസ് ഇതുപോലെ തന്നെയാണ്. ഇവിടെ നമുക്ക് 10ന്റെ പവറിനോട് അടുത്തടുത്ത് വരുന്ന സംഖ്യയാണ് ഇത്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക എന്നാണ്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. 3 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 2/3, 5/6, 1/9. അപ്പോൾ നമുക്കവിടെ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2/3. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ആദ്യം എന്ത് ചെയ്യുക, 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ആദ്യം എന്ത് ചെയ്യാം, 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2നെ ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 0 കൊടുക്കും. 0 എത്ര തവണ ഉണ്ടെന്ന് നോക്കും. എത്ര തവണയാണ്, 6 തവണ. എത്ര, 18. ശിഷ്ടം എത്ര കിട്ടും, 2. അപ്പോൾ ഇനി എന്ത് ചെയ്യും, നമുക്ക് ആ കിട്ടിയ ആൻസർ അവിടെ എഴുതുക. is equal to 6 plus 2 റിമൈൻഡർ ഡിവൈഡ് ബൈ 3. ഒരു സ്ഥാനമായതുകൊണ്ട് 1/10. അടുത്ത് is equal to മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 6 ഡിവൈഡ് ബൈ 10.
plus 2 divided by 30 is equal to 6 divided by 10 plus 1 divided by 50. അപ്പോൾ 1 ആയി 10 റൈസ് ടു 1 ആയി പവർ. അടുത്ത ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത് നെക്സ്റ്റ് വൺ 2 റൈസ് ടു 3 തന്നെയാണ്. അടുത്ത 10 റൈസ് ടു, അതായത് 10ന്റെ അടുത്ത പവർ, 10ന്റെ പവർ ആക്കി ക്ലോസർ ടു ക്ലോസർ ആണ് എഴുതേണ്ടത്. അപ്പോൾ അടുത്ത പവർ കണ്ടുപിടിക്കാൻ വേണ്ടി വീണ്ടും 0 കൊടുത്തു, വീണ്ടും 6 തന്നെയാണ് 80, റിമൈൻഡർ എത്ര തന്നെയാണ് 2 തന്നെയാണ്. അപ്പോൾ അവിടെ കിട്ടിയ ആൻസർ 3 ആണ് 66 പ്ലസ് റിമൈൻഡർ എത്ര തന്നെയാണ് 2 ഡിവൈഡ് ചെയ്ത സംഖ്യ ഇൻറ്റു അടുത്ത് 2 സ്ഥാനമായതുകൊണ്ട് 1/100. ഇനി നേരത്തെ പോലെ ഡിവൈഡ് ചെയ്യുക. 66 ഡിവൈഡ് ബൈ 100 പ്ലസ് 2/300. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ആൻസർ 66 ഡിവൈഡ് ബൈ 10 സ്ക്വയർ. 10ന്റെ പവർ ആണ്. ആദ്യം 10 റൈസ് ടു 1 കിട്ടി, അത് 100 ആയിരുന്നു 10 സ്ക്വയർ, 10 റൈസ് ടു 2, അടുത്ത് പ്ലസ് 2 വെട്ടിപ്പോവും 1 ഡിവൈഡ് ബൈ, നേരത്തെ നമുക്ക് 1/50 അല്ലേ കിട്ടിയത്, അപ്പോൾ ഒരു 0 ഇവിടെ വരുന്നത് 150. അപ്പോൾ അത് വായി നമുക്കെടുത്ത് മൂന്നാമത്തെ ഇത് കണ്ടുപിടിക്കാം. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് തന്നെയാണ് വരിക, അതുകൊണ്ട് 6. അപ്പോൾ നമുക്കിത് ഇനി പൊയ്ക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമുക്ക് അടുത്തത് എഴുതുമ്പോൾ 3 സ്ഥാനം വരെ മാക്സിമം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. 18. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 2/3 ഈസ് ഈക്വൽ ടു 666 പ്ലസ് റിമൈൻഡർ 2 തന്നെയാണ് ഡിവൈഡ് ബൈ 3 ഇൻറ്റു 1/1000 ഈസ് ഈക്വൽ ടു 666 ഡിവൈഡ് ബൈ 1000, 666 divided by 1000 plus 2/3000 is equal to 666 divided by 10 cube plus 1/1500. അപ്പോൾ ആൻസർ തരുമ്പോൾ 2/3 is equal to ഇത്രയും മാത്രം മതി. അങ്ങനെ 0.666 എന്ത് ചെയ്യിപ്പിക്കൊണ്ടേ. അപ്പോൾ ഒന്നാമത്തെ ആൻസർ ഇതാണ്. അപ്പോൾ 10ന്റെ പവറുകളായിട്ട് അടുത്തടുത്ത് വരുന്ന ഫോർമാറ്റോട് നമ്മൾ മാറ്റി. എങ്ങനെ കിട്ടി? 10/10 എന്ന് കിട്ടി. 66/100, 666 ഡിവൈഡ് ബൈ 1000. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയത് 2/3 ഈസ് ഈക്വൽ ടു 0.6660 എന്ന് കിട്ടി. ഒന്നാമത്തെ ആൻസർ നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൂടെ എന്ത് ചെയ്യാം? നിങ്ങൾ ചെയ്യുക. ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ എന്ത് ചെയ്യും? പറഞ്ഞു തരാം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഹോംവർക്കായിട്ട് ചെയ്യും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 5/6. നേരത്തെ പോലെ തന്നെ എന്ത് ചെയ്യുക? ഈസ് ഈക്വൽ ടു ഡിവൈഡ് ചെയ്യുക. 5/6 0 എത്ര തവണ? 6ന്റെ ഇഞ്ചോട് പറഞ്ഞു നോക്കാം. 48. റിമൈൻഡർ 2. അപ്പോൾ 8 തവണയാണ് പോവുക. 0.8. അപ്പോൾ ഇനി നമുക്ക് എഴുതി തുടങ്ങാം. 8 അധികം 2/6. ഇവിടെ കണ്ടിന്യൂസ്ഡ് ആയിരിക്കില്ല. ആദ്യം നമുക്ക് അങ്ങനെ ആയിരിക്കും വരിക. അടുത്ത നെക്സ്റ്റ് വൺ 1/10. നേരത്തെ പോലെ തന്നെയാണ് 8/10 പ്ലസ് 2/60 is equal to 8/10 പ്ലസ് 1/30. ഓക്കെ, അടുത്ത നെക്സ്റ്റ് 0 കൊടുക്കും. എത്ര തവണ? 3 ടൈം 80 റിമൈൻഡർ 2. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 5/6 ഈസ് ഈക്വൽ ടു 83 പ്ലസ് 2/6 1/100 ഈസ് ഈക്വൽ ടു കിട്ടുന്നത് 83 ഡിവൈഡ് ബൈ 100 പ്ലസ് 2/600 is equal to 83 divided by 10 square is equal to 1/300. അപ്പോൾ നമ്മൾ വെട്ടിപ്പോവും. 2 ഒരു തവണ 600-ൽ 300 തവണ. അടുത്ത മൂന്നാമത്തെ പോർഷൻ വീണ്ടും 0, വീണ്ടും 3 തവണ തന്നെയാണ് 82. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ആയി. അപ്പോൾ നമുക്ക് എന്ത് നിർത്താം നോക്കാം അവിടെ. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 5/6 is equal to 833 plus 2/6 into 1/1000 is equal to 833 divided by 10,000 plus 2/6000 is equal to
833 divided by 10 runs to 3 plus 1 by 3000. Therefore 5 by 6 is equal to 0.833. അപ്പോൾ വേണ്ട രീതി ശ്രദ്ധിക്കുക. ഒന്നുകൂടെ എപ്പോഴും തന്നിരിക്കുന്ന സംഖ്യ ഡിവിഷൻ ഫോർമാറ്റിലോട്ട് മാറ്റി ആദ്യം ഡിവൈഡ് ചെയ്യുക. ആദ്യം കിട്ടുന്ന സംഖ്യ അതുപോലെ എടുക്കുക. അതായത് മിക്സഡ് ഫ്രാക്ഷൻ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത് അതേ രീതി കിട്ടുന്ന ആൻസർ പ്ലസ് ശിഷ്ടം ഡിവൈഡ് ചെയ്യുന്ന സംഖ്യ ഡിവൈഡ് ചെയ്യുന്ന സംഖ്യ ഇൻറ്റു ഒരു സ്ഥാനമായതുകൊണ്ട് 1/10. അവിടെ സ്ഥാനങ്ങളുടെ എണ്ണം അനുസരിച്ചാണ് പൂജ്യത്തിന് വ്യത്യാസം വരുന്നത്. ഇവിടെ നമുക്ക് ബാക്കി ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം ഇൻറ്റു ആയതുകൊണ്ട് ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കിയിട്ട് 8/10. കാരണം 8 × 1 8. അടുത്ത് ഡിനോമിനേറ്റർ ഇല്ലാത്തതുകൊണ്ട് 10 തന്നെ അവിടെ വരും. 2 × 1 2, 6 × 10 60. കാരണം പ്ലസും 2 പ്ലസ് ആയതുകൊണ്ട് ഇവിടെ ചിഹ്നത്തിന് വേറെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. 8/10 പ്ലസ് ഇവിടെ നമുക്ക് 1/30 എന്നുണ്ട്. കാരണം 2/60 ഡിവൈഡ് ചെയ്യുമ്പോൾ അതായത് ഇവിടെ വെട്ടിപ്പോകുമ്പോൾ ഒരു തവണ ഇവിടെ നമുക്ക് 30. അപ്പോൾ 1/30 എന്ന് കിട്ടും. ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് അടുത്ത് കിട്ടുന്നത് 83 ആണ്. അതുകൊണ്ട് 83 പ്ലസ് 2/60 1/100 ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ 100 എന്തായിട്ട് മാറും? 10 സ്ക്വയർ ആണ്. അപ്പോൾ അതും എഴുതാൻ മറക്കരുത്. അതിങ്ങനെ തന്നെ എഴുതണം. കാരണം 10ന്റെ പവറുകളായിട്ട് എഴുതാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് എഴുതി. അപ്പോൾ 10ന്റെ ക്യൂബ് പോലെ നമ്മൾ എഴുതി കിട്ടിയ ആൻസർ എന്ത് ചെയ്യുക? അവസാനം അവിടെ കൊടുക്കുക. അപ്പോൾ ഇതും കൃത്യമായിട്ട് എന്ത് ചെയ്യുക? കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വൈകുന്നേരം സൂം ക്ലാസ്സിൽ എന്ത് ചെയ്യാം? നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഹോംവർക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്യുക. 1/9 ആണ്. കൃത്യമായിട്ട് ചെയ്യുക. എന്നിട്ട് വൈകുന്നേരം വരുമ്പോൾ എന്ത് ചെയ്യുക? എന്നെടുത്ത് കാണിക്കുക. ഇതിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ഉള്ളൂ. അതുകൊണ്ടാകുമ്പോൾ നമുക്ക് ഈ പാഠം തീരും. വളരെ സിമ്പിളായിട്ടുള്ള പാഠമാണ്. കൃത്യമായി എല്ലാവരും പഠിക്കുക. പഠിച്ച് എന്ത് ചെയ്യുക? ഇത് വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളൂ. വലിയ കാൽക്കുലേഷൻ അങ്ങനെയൊന്നും ഉള്ളതല്ല. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നമുക്ക് ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം എന്ത് ചെയ്യാൻ ചെയ്തെടുക്കാൻ കഴിയും. റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്ത് പഠിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ കഴിയുള്ളൂ. ഏത് ക്വസ്റ്റ്യൻ വന്നാലും. അപ്പോൾ ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ് കാണാം.